നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മളേവരും ഉറ്റുനോക്കുന്ന ഒരിടമാണ് പാലക്കാട്. നമുക്കറിയാം, പാലക്കാട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉറ്റുനോക്കുന്നു എന്നതിന് ഒരു കാരണമുണ്ട്. പാലക്കാട് MLA വിവാദങ്ങളിൽ അകപ്പെട്ടതും ആ വിവാദങ്ങൾ പാലക്കാട് ജനതയെ അല്ലെങ്കിൽ അവരത് കോൺഗ്രസിനെ അത് ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉയർന്നതാണ്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആരാണ് മത്സരിക്കുക പാലക്കാട് കോൺഗ്രസിന് വേണ്ടിയിട്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ രാഹുലിന് മത്സരിക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യം. അപ്പോൾ രാഹുലിന് പകരക്കാരനായി ആരെത്തും കോൺഗ്രസിന് വേണ്ടി പാലക്കാട് എന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. 3 ടൈമിൽ ഷാഫി പറമ്പിലും പിന്നീട് രാഹുലിൻ്റെയും കയ്യിലെത്തിയ പാലക്കാട് സീറ്റിനെ ചൊല്ലി പാർട്ടിയിൽ കാര്യമായ ചർച്ചയാണ് നടക്കുന്നത്. രാഹുൽ ഇത്തവണ മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ച മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് A തങ്കപ്പനും രമ്യ ഹരിദാസും അടക്കമുള്ളവർ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ A തങ്കപ്പനായിരിക്കുമോ രമ്യ ഹരിദാസ് ആയിരിക്കുമോ രാഹുലിന് പകരമായി എത്തുന്നത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. യുവാക്കൾ മത്സരിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇത്തവണ യുവാവിനെ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം മറുവശത്തും ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. ഇനി ഒരു യുവാവ് തന്നെ അല്ലെങ്കിൽ ഒരു യുവതി തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തണം എന്നൊരു ആവശ്യം, മുറവിളി ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്കും ഇതേ നിലപാടാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി, യുവാക്കൾ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്നൊരു നിലപാട്. യുവാക്കൾക്ക് അനുകൂലമാണ് പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്ന ഒരു നിഗമനം നിലവിലുണ്ട്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾക്ക് ശേഷമാകും ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവുക. വിജയ സാധ്യതയുണ്ടെന്ന് ജില്ലാ നേതൃത്വം റിപ്പോർട്ട് നൽകിയ നെന്മാറയിലും നേതാക്കളിൽ ചിലർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തൃത്താലയിലേക്ക് ഇത്തവണ VT ബൽറാമിനെ പരിഗണിക്കാനാണ് സാധ്യത. ചിറ്റൂർ മണ്ഡലത്തിൽ നഗരസഭാ ചെയർമാൻ കൂടിയായ സുമേഷ് അച്യുതന്റെ പേരും ഉയരുന്നുണ്ട്. മാരത്തൺ ചർച്ചയിലാണ് നേതൃത്വം. എന്തായാലും വേഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകും. അങ്കത്തട്ടിലേക്ക് തങ്ങളുടെ പോരാളികളെ ഇറക്കാനുള്ള ചർച്ചയിലാണ് എല്ലാ പാർട്ടികളുമായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് CPMൽ എത്തിയ P സരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയ സാധ്യതയുള്ള സീറ്റ് പരിഗണിക്കുകയാണ് പാർട്ടി. സരിൻ ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് വിവരം. സരിനെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന തലത്തിലാണ് നീക്കം. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് സരിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ. ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിൽ പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നതോടെയാണ് സരിൻ UDF വിട്ട് LDFിലെത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സരിന് വീണ്ടും അവിടെ തന്നെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം CPM എടുത്തതായാണ് വിവരം. സരിനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുകയാണെങ്കിൽ സിറ്റിംഗ് MLA പ്രേംകുമാറിനെ മാറ്റി നിർത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചാകും CPM തീരുമാനം എടുക്കുന്നത്. അതേസമയം നമുക്ക് പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവ വികാസങ്ങൾ കൂടി നോക്കാം. പാലക്കാട് നഗരസഭയിൽ BJP ഭരണം അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിരുന്നു. UDFും CPMും സ്വതന്ത്രന് പിന്തുണ നൽകിയേക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നതാണ്. 53 അംഗങ്ങളുള്ള നഗരസഭയിൽ 25 സീറ്റുകൾ നേടിയ BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. CPMന് 8ഉം UDFന് 17 സീറ്റുകളുമാണ് കിട്ടിയത്. 3 സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 27 സീറ്റുകൾ വേണമെന്നിരിക്കെയാണ് LDFും UDFും സ്വതന്ത്രന് പിന്തുണ നൽകി ഭരണം പിടിക്കാൻ ശ്രമിച്ചത്. 48ാം വാർഡിൽ വിജയിച്ച H റഷീദിന് പിന്തുണ നൽകാനായിരുന്നു നീക്കം. കോൺഗ്രസിനോട് ഇടഞ്ഞായിരുന്നു താങ്ങും തണലും എന്ന കൂട്ടായ്മയുടെ പിന്തുണയോടെ H റഷീദ് മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയത്. വാശിയേറിയ മത്സരമായിരുന്നു 48ാം വാർഡിൽ. BJPയെ പിന്തുണയ്ക്കില്ലെന്ന് നേരത്തെ തന്നെ റഷീദ് പ്രഖ്യാപിച്ചതാണ്. ഈ സാഹചര്യത്തിലായിരുന്നു പുതിയ ചർച്ചകൾ ഉണ്ടായത്. മതേതര പാർട്ടികളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠനും പ്രഖ്യാപിച്ചിരുന്നു. CPMന് മതേതര നിലപാടുകളാണുള്ളതെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു. പാലക്കാട് നഗരസഭയിൽ 2015 BJP ആദ്യമായി അധികാരത്തിലെത്തുന്നത്. 24 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണം നേടി. UDF 18, LDF 6, സ്വതന്ത്രർ 4 എന്നിങ്ങനെയായിരുന്നു കക്ഷി നില. 2020 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP ഭരണം പിടിച്ചു. 52 അംഗ നഗരസഭാ കൗൺസിലിൽ അവർക്ക് 28 അംഗങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം ആഞ്ഞു വീശിയ ജില്ലയായിരുന്നു പാലക്കാട്. ഇപ്രാവശ്യവും കാര്യങ്ങൾ മറിച്ചായിരുന്നില്ല. പക്ഷേ
പക്ഷേ വൻ ഭൂരിപക്ഷം പുലർത്തുന്ന ഇടതു കേന്ദ്രങ്ങളിൽ പോലും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുകയുണ്ടായി. വികസനങ്ങളും വിവാദങ്ങളും ജില്ലയിൽ ചൂടുപിടിച്ച ചർച്ചയായപ്പോൾ തദ്ദേശ വിധി ആർക്ക് അനുകൂലമാണെന്ന കാത്തിരിപ്പിലായിരുന്നു പാലക്കാടുകാർ. നിലനിർത്താനും പിടിച്ചടക്കാനും കടുത്ത പോരാട്ടം, വാശിയേറിയ പോരാട്ടം തന്നെയാണ് പാലക്കാട് അരങ്ങേറിയത്. കോട്ടകൾ പലതും ഇളകി. ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 ഗ്രാമപഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു പാലക്കാടിന്റെ തദ്ദേശ ഭൂപടം. പാലക്കാട് ജില്ലാ കൗൺസിലിന്റെ കാലം മുതൽ LDF മാത്രം ഭരിച്ച ജില്ലാ പഞ്ചായത്താണ് പാലക്കാട്ടേത്. 31 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ 19 സീറ്റിൽ LDFും 12 സീറ്റിൽ UDFും വിജയം നേടി. ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ നിലനിർത്താൻ LDFിന് സാധിച്ചിരുന്നില്ല. 2020 തിരഞ്ഞെടുപ്പിൽ 30 ഡിവിഷനുകളിൽ 27 എണ്ണത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 20 സീറ്റുകളിൽ CPM, NCP, കേരള കോൺഗ്രസ് M എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും, JDSന് 2 സീറ്റും CPIക്ക് 3 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. 3 സീറ്റുള്ള UDFിൽ മുസ്ലിം ലീഗിന് 2, കോൺഗ്രസിന് 1 എന്നിങ്ങനെയായിരുന്നു ഭരണം. കഴിഞ്ഞ തവണ 21 സീറ്റിലായിരുന്നു CPM മത്സരിച്ചതെങ്കിൽ ഇത്തവണ 22 സീറ്റിലാണ് CPM മത്സരിച്ചത്. 7 നഗരസഭകളിൽ 3 എണ്ണത്തിൽ LDFും 3 എണ്ണത്തിൽ UDFും, 1 നഗരസഭയിൽ BJPയും വിജയിച്ചു. ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പുളശ്ശേരി എന്നീ നഗരസഭകളാണ് LDF നിലനിർത്തിയത്. LDF ഭരിച്ചിരുന്ന പട്ടാമ്പി, മണ്ണാർക്കാട്, ചിറ്റൂർ, തത്തമംഗലം എന്നീ നഗരസഭകളിൽ UDF വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF ഭരിച്ചിരുന്ന നഗരസഭയാണ് ചിറ്റൂർ. 2020 തിരഞ്ഞെടുപ്പിൽ 4 എണ്ണം LDFും 2 എണ്ണം UDFും 1 BJPയുമാണ് ഭരിച്ചത്. എന്തായാലും കേരളം ഉറ്റുനോക്കിയ കടുത്ത മത്സരം നടന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട് നഗരസഭ. സംസ്ഥാനത്ത് BJP ഭരണത്തിലേറിയ ആദ്യ നഗരസഭ കൂടിയായിരുന്നു ഇത്. 2015 2020 നേടിയ വിജയം ആവർത്തിച്ച് പാലക്കാട് ഹാട്രിക് വിജയം നേടാനുള്ള ശ്രമത്തിലായിരുന്നു BJP. 2020 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 12ഉം ലീഗ് 4 സീറ്റുമാണ് നേടിയിരുന്നത്. CPMന് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. 1 സീറ്റിൽ വെൽഫെയർ പാർട്ടിയും വിജയിച്ചിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരണം തുലാസിലായിരുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ LDF, UDF സ്വതന്ത്രനും കൈകോർത്താൽ BJPക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തികയില്ല. അല്ലാത്ത പക്ഷം പാലക്കാട് നഗരസഭയിൽ BJP ഹാട്രിക് അടിക്കും. 53 വാർഡുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. BJP 25 വാർഡുകളും UDF 17 വാർഡുകളിലും LDF 8 വാർഡുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. ഇതിൽ 2 പേർ LDF സ്വതന്ത്രനാണ്. കോൺഗ്രസ് വിമതനാണ് മറ്റൊരാൾ. ശക്തമായ മത്സരമാണ് ഇത്തവണ നടന്നത്. BJPക്ക് സീറ്റ് നില വർദ്ധിപ്പിക്കാനും സാധിച്ചില്ല. UDF, LDF 1 സീറ്റ് അധികം നേടി. വെൽഫെയർ പാർട്ടിക്ക് ആകെ ഉണ്ടായിരുന്ന 1 സീറ്റും നഷ്ടപ്പെട്ടു. V4 പട്ടാമ്പി വിധിമാറ്റിയ നഗരസഭയാണ് പട്ടാമ്പി. UDF 11, LDF 10, BJP 1, V4 പട്ടാമ്പി 6 എന്നിങ്ങനെയായിരുന്നു 2020 സീറ്റ് നില. കോൺഗ്രസ് വിട്ട TP ഷാജി രൂപീകരിച്ച V4 പട്ടാമ്പിയുടെ പിന്തുണയോടെയായിരുന്നു LDF അധികാരത്തിലേറിയത്. എന്നാൽ TP ഷാജി തിരിച്ചെത്തിയതോടെ കോൺഗ്രസ് നഗരസഭ തിരിച്ചുപിടിച്ചു. UDF 15, LDF 7, NTA 1, സ്വതന്ത്ര 6 എന്നിങ്ങനെയാണ് സീറ്റ് നില. ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു TP ഷാജി. പാലക്കാട് ശ്രദ്ധാകേന്ദ്രങ്ങളൊന്നായിരുന്നു ഒറ്റപ്പാലം നഗരസഭ. LDF അത് നിലനിർത്തി. LDF 19, UDF 7, BJP 12, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് നില. നഗരസഭ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ചരിത്രം LDFനായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 36 സീറ്റിൽ 16 സീറ്റിലും LDF വിജയിച്ചു. സ്വതന്ത്ര മുന്നണിയും ചേർത്ത് 11 സീറ്റിലായിരുന്നു UDFന്റെ വിജയം. CPM വിമത വിഭാഗമായിരുന്നു സ്വതന്ത്ര മുന്നണി. BJP കൂടുതൽ സാധ്യത കൽപ്പിച്ച നഗരസഭകളിൽ ഒന്നായിരുന്നു ഇത്. സീറ്റ് നില 9 നിന്ന് 12 വർദ്ധിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് മാറി നഗരസഭയായതിനു ശേഷമുള്ള 3ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ചെർപ്പുളശ്ശേരി നഗരസഭയിലേത്. ആകെ 33 വാർഡുകളുണ്ട്. ആദ്യ തവണ UDFും 2ാം തവണ LDFും വിജയിച്ചു. ഇത്തവണ നഗരസഭാ ഭരണം LDF നിലനിർത്തി. 2015 ചെർപ്പുളശ്ശേരി നഗരസഭയായത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ വിജയിച്ച് UDF അധികാരത്തിലേറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.